ഹായ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ദ ടെക് ബ്രോ. നിങ്ങളൊരു നല്ലൊരു വാല്യൂ ഫോർ മണി ഫോണാണോ നോക്കുന്നത്? വിത്ത് പെർഫോമൻസ്, ഡിസ്പ്ലേ, ഫാസ്റ്റ് ചാർജിങ് ആൻഡ് ഡിസൈൻ. ഈ ഒരു റേഞ്ചിൽ ഏറ്റവും നല്ല ഗെയിമിംഗ് ഫോൺ, ഡിസ്പ്ലേ, ക്യാമറ, ബാറ്ററി ബാക്കപ്പ് എല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു ഫോണാണ് iQOOൻ്റെ iQOO Neo 6. നമുക്ക് അൺബോക്സിങ് കാണാം. നമുക്ക് iQOO Neo 6 ആമസോണിലാണ് നമുക്ക് ലഭിക്കുന്നത്. ഗ്രേറ്റ് ഫ്രീഡം ഫെസ്റ്റിവലിൻ്റെ ടൈമിൽ നമുക്ക് നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ലഭിച്ചിരുന്നു. അപ്പോഴാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നല്ല റാപ്പ് ചെയ്ത് സംഭവം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. നല്ലൊരു പ്രീമിയം ലുക്കോടെയാണ് നമുക്ക് ബോക്സ് ലഭിച്ചിട്ടുള്ളത്. ഒരു സൈഡിൽ iQOO എന്ന് നല്ല ഭംഗിയോടെ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാനുഫാക്ചർഡ് ഇൻ ഇന്ത്യ എന്നും iQOO Neo 6ഉം പിന്നെ IMEI നമ്പർ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പിന്നെ ബാർകോഡ് കാര്യങ്ങൾ ഡീറ്റെയിൽസ് പിന്നെ ബോക്സിൽ എന്തൊക്കെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് അവിടെ. അപ്പോൾ നമുക്ക് ബോക്സ് തുറന്ന് നോക്കാം. അപ്പോൾ ബോക്സ് തുറക്കുമ്പോൾ നമുക്ക് മുകളിൽ തന്നെ നമുക്ക് ഫോണാണ് കാണാൻ കഴിയുന്നത്. അത്യാവശ്യം ഒരു പ്ലാസ്റ്റിക് ഫിലിം കോട്ടിങ്ങിലൂടെ ഫോൺ നമുക്കവിടെ കാണാൻ കഴിയുന്നതാണ്. നമുക്ക് ഫോൺ ആദ്യമേ തന്നെ എടുത്തിട്ട് സൈഡിലേക്ക് വെക്കാം. എന്നിട്ട് നമുക്ക് ബോക്സിൽ എന്തൊക്കെ ഉണ്ട് എന്ന് നോക്കാം. മേളിൽ തന്നെ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു സ്റ്റിക്കറാണ്, IMEIയും ബാർകോഡ് കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഉള്ളത്. സെക്കൻഡ് റോയിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു TPU പ്ലാസ്റ്റിക് കേസാണ്, ട്രാൻസ്പെറൻ്റ് ആണ്. അത്യാവശ്യം ഫോൺ സേഫ്റ്റിക്ക് പറ്റിയ ഒരു സംഭവമാണ്. നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് കാണുന്ന ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളാണ്, ക്വിക്ക് സ്റ്റാർട്ട് കാര്യങ്ങൾ പിന്നെ വാറണ്ടി എല്ലാ കാര്യങ്ങളും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് USB Type C ഡാറ്റ കേബിളാണ്. പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഓഡിയോ ജാക്ക് കൺവേർട്ടറാണ് Type C. പിന്നെ നമുക്ക് കിട്ടുന്നത് ഒരു ടർബോ ഫാസ്റ്റ് ചാർജർ 80 വാട്ട്സിൻ്റെ ഒരു ചാർജറാണ്, വിവോൻ്റെ ആണ്. അത്യാവശ്യം ഹെവിയാണ്, നല്ല വെയിറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു സിം ഇഞ്ചക്ഷൻ ടൂളാണ്. അപ്പോൾ നമുക്ക് ബോക്സ് സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ തന്നെ നമുക്ക് ഫോണിലേക്ക് വരാം. നമ്മൾ ഫോണിലേക്ക് വരുമ്പോൾ 190 ഗ്രാം വെയിറ്റ് വരുന്നൊരു ഫോണാണ്. 8.5 mm തിക്നെസ്സും ഉള്ളൊരു ഫോണാണ്. 6.62 ഇഞ്ചസ് ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഫോണിന് നമുക്ക് ലഭിക്കുന്നത്. അത്യാവശ്യം വെയിറ്റ് കൂടിയതാണ്. നമുക്ക് കയ്യിൽ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട് വെയിറ്റ്. പക്ഷേ ഹാൻഡിയാണ്. 8 mm തിക്നെസ് ഉണ്ടെങ്കിലും നല്ല ബാക്ക് സൈഡ് നല്ല കേർവ്ഡ് ഷേപ്പിലാണുള്ളത്. അത്യാവശ്യം നമുക്ക് ആ ഒരു ഹെവിനെസ് ഫീൽ ചെയ്യുന്നില്ല. കയ്യിൽ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. നമ്മൾ ഫോണിൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പ്ലാസ്റ്റിക് ബിൽഡാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം ഒരു പ്രീമിയം ലുക്ക് നമുക്ക് ലഭിക്കുന്നുണ്ട്. എങ്കിൽ കൂടെ ഫിംഗർ പ്രിൻ്റ് കാര്യങ്ങളൊന്നും കാണാൻ കഴിയില്ല. എങ്കിലും ഫോൺ നമുക്ക് കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. ഡിസൈനും കാര്യങ്ങളും സൈഡും ബാക്ക് സൈഡാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം കേർവ്ഡ് ആണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമുക്കിനി പവർ ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം വന്നിരിക്കുന്നത് iQOO 5G എന്നാണ്, പവേർഡ് ബൈ ആൻഡ്രോയിഡ്. വീണ്ടും നമുക്കൊരു iQOO 5G വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഹലോ വെൽക്കം സ്ക്രീൻ വന്നു. അപ്പോൾ ഇനി മുതൽ നമുക്ക് നെക്സ്റ്റ് കാര്യങ്ങളൊക്കെ അടിച്ച് നമുക്ക് ഓരോ ലാംഗ്വേജും ടൈമും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. പവർ ഓണിന് ശേഷം എല്ലാ സെറ്റപ്പും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് നമ്മുടെ UI ലോഡ് ചെയ്ത് വരികയാണ്. ഫണ്ടർ ചോയ്സിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ ആണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഏറ്റവും മികച്ചൊരു UI എക്സ്പീരിയൻസ് ആണ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഈ 4mm LED പാനൽ 6.62 ഇഞ്ച് ഡിസ്പ്ലേ സൈസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും 360 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് ആയ 1300 നിറ്റ്സാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. യൂട്യൂബിൽ 4K സപ്പോർട്ടും ആമസോൺ, നെറ്റ്ഫ്ലിക്സ് എന്നിവയിൽ HDR10+ സപ്പോർട്ട് നമുക്ക് ഈ സ്ക്രീൻ നമുക്ക് തരുന്നുണ്ട്. ഫോണിൻ്റെ താഴ്ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഡ്യുവൽ നാനോ സിം ഉള്ള ഒരു സിം ട്രേ ആണ്. തൊട്ടടുത്തായിട്ട് നമുക്കൊരു മൈക്കും കാണാം. അതിന് തൊട്ടടുത്തായിട്ട് നമുക്ക് Type C ചാർജറിൻ്റെ ഒരു പോർട്ടും ഒരു സ്പീക്കർ ഗ്രില്ലും കാണാൻ കഴിയുന്നതാണ്. പിന്നെ സ്ക്രീനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഒരു ടെമ്പേർഡ് ഗ്ലാസ് പ്രൊട്ടക്ഷനോട് കൂടിയാണ് നമുക്കൊരു കമ്പനി തന്നെ നമുക്ക് ഫോൺ നമുക്ക് നൽകുന്നത്. കൂടാതെ മുകൾ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു നോയ്സ് ക്യാൻസലേഷൻ മൈക്കും ഒരു IR ബ്ലാസ്റ്റർ സെൻസറും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് പ്രത്യേകിച്ച് വോളിയം റോക്കേഴ്സോ പവർ ബട്ടൺസോ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. എല്ലാം തന്നെ നൽകിയിരിക്കുന്നത് റൈറ്റ് സൈഡിലേക്കാണ്. ഇതൊക്കെയാണ് നമ്മൾ സൈഡ് വ്യൂസിൽ നിന്ന് നോക്കുമ്പോഴുള്ള ഫീച്ചേഴ്സ് കാണാൻ കഴിയുന്നത്.
ഇനി നമ്മൾ ബാക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലിപ്പമേറിയ ഒരു ക്യാമറ മൊഡ്യൂൾ തന്നെയാണ് നമുക്ക് ഈ ഫോണിൽ കാണാൻ സാധിക്കുന്നത്. മെയിനായിട്ട് വരുന്നത് 64 MB OIS മെയിൻ ക്യാമറ വിത്ത് GW1P സെൻസറാണ് നൽകിയിരിക്കുന്നത്. സാംസങ്ങിൻ്റെയാണ് ഈ സെൻസർ. 8 MB വൈഡ് ആംഗിൾ ക്യാമറ സെക്കൻഡറി ആയും മൂന്നാമതായിട്ട് 2 MB മാക്രോ ക്യാമറയാണ് ഈ ഫോണിന് നൽകിയിരിക്കുന്നത്. ഏകദേശം ആവറേജ് പെർഫോമൻസ് ഈ ക്യാമറയിൽ നിന്നെല്ലാം നമുക്ക് ലഭിക്കുന്നതുകൊണ്ട്. കൂടാതെ നമുക്കൊരു LED ഫ്ലാഷ് ലൈറ്റും ഇവിടെ നൽകിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്ത് നമുക്ക് ഫൺ ടച്ച് ചോയ്സിൻ്റെ ലേറ്റസ്റ്റ് വേർഷനായ ഫൺ ടച്ച് ചോയ്സ് 12 ആണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത്. കമ്പനി നമുക്ക് 2 വർഷത്തേക്കുള്ള OS സപ്പോർട്ടും കാര്യങ്ങളും നമുക്ക് നൽകുന്നുണ്ട്. കൂടാണ്ട് നമുക്ക് ആൻഡ്രോയിഡിൻ്റെ ലേറ്റസ്റ്റ് വേർഷനായ 12 ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതിൻ്റെയും സെക്യൂരിറ്റി അപ്ഡേറ്റുകൾ 3 കൊല്ലത്തേക്ക് നമുക്ക് കമ്പനി നമ്മൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് റാം ആയിട്ട് വരുന്നത് 8GB 12GB വേരിയൻറ്റുകളാണ്. ഇതിൽ 8GB വേരിയൻ്റ് ഫോണാണ് ഈ കാണുന്നത്. ഇവിടെ നമുക്ക് 4GB എക്സ്റ്റൻഡബിൾ റാമിൻ്റെ ഒരു ഓപ്ഷനും കൂടി നമുക്ക് ഇവിടെ നൽകുന്നുണ്ട്. കൂടാണ്ട് മറ്റ് അനവധി ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഫൺ ടച്ച് ചോയ്സ് 12 കുറിച്ച് പറയുമ്പോൾ കുറേ ഹോട്ട് ആപ്സുകളും മറ്റും നമുക്കിതിനകത്ത് ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനിലുണ്ട്. സെക്യൂരിറ്റിൻ്റെ കാര്യം നോക്കുന്ന സമയത്ത് ഫേസ് അൺലോക്ക് വളരെ ക്വിക്കും ഫാസ്റ്റാണ്. എന്നാൽ ഫിംഗർ പ്രിൻ്റ് കാര്യങ്ങൾ നോക്കുമ്പോൾ അത്ര ക്വിക്കായിട്ട് ഫീൽ ചെയ്യുന്നില്ല. കൂടുതൽ യൂസ്ഡ് വിവരങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ദെൻ ബൈ.